കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കാണോ? സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല ചെറിയൊരു വീഡിയോ ആയിരുന്നു വന്നേക്കുന്നത്. നമ്മുടെ കൈയും കാലൊക്കെ നല്ല നിറം വയ്ക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ടിപ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവല്ലേ കേട്ടോ. ഇതുവരെ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബും കൂടെ ചെയ്ത എൻ്റെ എല്ലാ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇത് തേക്കുവാണെങ്കിലോ നമ്മുടെ കയ്യിലെ കറുത്ത പാടൊക്കെ മാറി അടിപൊളിയായിട്ട് തിളങ്ങും, വരണ്ട ചർമ്മമൊക്കെ മാറി നല്ല കൈക്ക് നല്ല സോഫ്റ്റ് ആകും കേട്ടോ. അപ്പോൾ ഇത് കയ്യിൽ മാത്രമല്ല, നമ്മുടെ ബോഡി മൊത്തം തേക്കാം, കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെ തേക്കാം. പക്ഷെ മുഖത്ത് മാത്രം തേക്കരുത്. മുഖത്ത് തേക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതിനൊരു സാധനം നമ്മൾ എന്താ പറയുക, ഇപ്പം തന്നെ പറയാം, ചെറുനാരങ്ങ തേക്കുന്നുണ്ട് കേട്ടോ. അത് ചെറുനാരങ്ങ ഉള്ളതുകൊണ്ടാണ് മുഖത്ത് തേക്കേണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കയ്യിലും കഴുത്തിലും കാലിലും ഒക്കെ നമുക്ക് തേക്കാം. നമ്മുടെ ഇവിടെ വരെ, ഇവിടെ കൈ തൊട്ട് ഇവിടെ വരെയൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. കറുത്ത പാടൊക്കെ മാറി അടിപൊളിയായിട്ട് തിളങ്ങുവേ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാണ് ഇന്നത്തെ ടിപ്സ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്സ് നമ്മുടെ ആക്ടറായ അനു ജോസഫിൻ്റെയാണ് കേട്ടോ. അതൊരു 3 വർഷങ്ങൾക്ക് മുമ്പ് യൂട്യൂബിൽ ചെയ്തായിരുന്നു, വീഡിയോ ഇട്ടായിരുന്നേ. അന്നേരം ഞാൻ 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചായിരുന്നു. പിന്നെ എൻ്റെ മടി കാരണം ഞാനത് വേണ്ടാന്ന് വെച്ചു കേട്ടോ. അത് ഉണ്ണിക്കുട്ടനൊക്കെ കുഞ്ഞു വാവയായ സമയമാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക, തേനല്ല, ചെറുനാരങ്ങയൊക്കെ ഇങ്ങനെ തേക്കുമ്പോഴേ കൊച്ചിനെ കൊണ്ട് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞിനൊരു ഇറിറ്റേഷനാവും. അതുകൊണ്ട് ഞാൻ ആ സാധനം തേക്കാറില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ വീണ്ടും ഒന്നുകൂടെ അതൊന്ന് തേക്കാൻ പോവുകയാണ്. അടിപൊളിയാണ്. അന്ന് തേച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല സൂപ്പർ റിസൾട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ ഇന്ന് തേക്കുമ്പോൾ അതുപോലെ നല്ല റിസൾട്ട് തന്നെ കിട്ടുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ഗ്ലിസറിൻ റോസ് വാട്ടർ മാത്രമാണ് ഞാനിപ്പോൾ ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ അത് മാറ്റി ഞാൻ ഇത് തന്നെ അങ്ങ് ഉപയോഗിക്കാൻ നോക്കുവാണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാൻ നോക്കട്ടോ. അപ്പോൾ അതിന് എന്തൊക്കെ വേണമെന്ന് നോക്കണ്ടേ. അതിന് വേണ്ട സാധനമാണ് 2 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുനാരങ്ങ എന്തായാലും വേണം, ചെറുനാരങ്ങ ഒഴിവാക്കാൻ പാടില്ല. അപ്പോൾ ചെറുനാരങ്ങ ഉള്ളത് കൊണ്ടാണ് ഞാനിത് മുഖത്ത് തേക്കണ്ട എന്ന് പറഞ്ഞത്. മുഖത്ത് 2 ചെറുനാരങ്ങയുടെ നീര് നമ്മൾ മുഖത്ത് തേക്കാൻ പാടില്ല. നമ്മൾ കയ്യിലും കാലിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ. പിന്നെ വേണ്ട സാധനമാണ് ഗ്ലിസറിൻ എന്തായാലും വേണം. പിന്നെ വേണ്ടത് റോസ് വാട്ടർ. ഇതും അടിപൊളിയ സാധനം തന്നെയാണ് നമ്മുടെ റോസ് വാട്ടർ എന്തായാലും വേണേ. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ ഇത്രയൊന്നും വേണ്ട കേട്ടോ, 2 ടീസ്പൂൺ മതിയേ. അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് അങ്ങോട്ടങ്ങ് എടുത്തുകൊണ്ട് വന്നോളൂ കേട്ടോ. പിന്നെ വേണ്ടത് വെള്ളം, നമ്മൾ ശുദ്ധമായ പച്ചവെള്ളമില്ലേ, വെള്ളം കൂടെ വേണം കേട്ടോ. അപ്പോൾ ഈ 5 സാധനങ്ങൾ മതി. ഒന്നുകൂടെ പറയാം, ചെറുനാരങ്ങ വേണം, ഗ്ലിസറിൻ വേണം, റോസ് വാട്ടർ വേണം, വെളിച്ചെണ്ണ വേണം, വെള്ളം വേണം. ഈ 5 സാധനങ്ങൾ വേണം കേട്ടോ. അപ്പം നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാവേ. ഞാൻ പാത്രമൊക്കെ ഒന്ന് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിതാ മടിയിൽ പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെറുനാരങ്ങ ഇതിൻ്റെ കഷ്ണമാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പാത്രത്തിലേക്ക് അങ്ങ് പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ. എന്നും പറയുന്ന പോലെ ചെറുനാരങ്ങയുടെ തൊലി കളയണ്ട കേട്ടോ. ഇത് നമ്മൾ ഇങ്ങനെ ചെറുനാരങ്ങയുടെ നീരങ്ങ് പിഴിഞ്ഞിട്ട് ഈ സംഭവം അങ്ങ് കളയായിട്ട് ചെയ്യുന്നത്. കളയരുത്. നമ്മുടെ നഖത്തിലൊക്കെ തേച്ച് കൊടുക്കണം. നഖത്തിലെ മഞ്ഞ കളറൊക്കെ മാറി നന്നായിട്ട് നിറം വയ്ക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതും കൂടി ഒന്ന് പിഴിഞ്ഞെടുക്കാവേ. തൊലിയൊക്കെ മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ. തൊലിയൊന്നും ഞാൻ കളയില്ല. തൊലിക്കൊക്കെ നല്ല ഗുണമുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിനൊക്കെ ബ്ലോക്ക് ഉള്ളവരൊക്കെ ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഈ ചെറുനാരങ്ങയുടെ തൊലിയില്ലേ, ചെറുനാരങ്ങയുടെ തൊലിയും പിന്നെ മഞ്ഞൾ, പിന്നെ ജീരകം, ഇതൊക്കെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കുവാണെങ്കിൽ നമ്മുടെ ബ്ലോക്കൊക്കെ മാറാനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറുനാരങ്ങയുടെ നീര് എല്ലാം അങ്ങ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് എടുത്ത് കളഞ്ഞോളൂ. ചെറുനാരങ്ങയുടെ കുരുവൊന്നും ഇല്ല കേട്ടോ. നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഓരോരോ സാധനങ്ങളൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ ഞാൻ പറയുന്നുണ്ട്, അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പോൾ 2 ചെറുനാരങ്ങയുടെ നീര് ഞാൻ ഇതിൽ പിഴിഞ്ഞെടുത്തു. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. നോക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് മിക്സിംഗ് ആണ് ഇച്ചിരി പാട്, ഒന്നും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് ഗ്ലിസറിൻ നമുക്ക് 2 ടീസ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. അയ്യോ എല്ലാം കൂടെ അങ്ങ് പോയേനെ, നല്ല അഡ്ജസ്റ്റിലാണ് വെച്ചേക്കണതേ. 2 ടീസ്പൂൺ ഗ്ലിസറിൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് റോസ് വാട്ടർ. റോസ് വാട്ടർ 3 ടീസ്പൂണാണ്. 1 2 3. അപ്പോൾ അതിൻ്റെ റോസ് വാട്ടറും കൂടെ ഇപ്പോൾ കാലിയാകാൻ പോവാണ്. നമുക്ക് ഈ കുപ്പി വേണം കേട്ടോ, ഈ കുപ്പി ആവശ്യമുണ്ട്. റോസ് വാട്ടർ വേറെ പാത്രത്തിലേക്ക് മാറ്റി ഒരു കുഞ്ഞു കുപ്പിയുണ്ട്, അതിലേക്ക് ഒന്ന് ഒഴിച്ച് വയ്ക്കണം. അപ്പോൾ ഇതും കൂടി അങ്ങ് നന്നായിട്ട് അങ്ങ് മിക്സ് ആയിട്ടുണ്ടേ. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് പച്ചവെള്ളം ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് നമുക്കറിയണം. ഇതിൻ്റെ ഇപ്പോൾ എനിക്കിത് അതിൻ്റെ അളവ് എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിതാ ഒരു സ്റ്റീൽ ഗ്ലാസും കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അളവ് നോക്കിയതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മുടെ ആ സ്റ്റീൽ ഗ്ലാസിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ വെള്ളം ചേർക്കേണ്ടത് ഫുള്ളായിട്ട് ഇതിൻ്റെ ഇരട്ടി വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പം നമുക്ക് ഈ ഒരു കുപ്പി ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ റോസ് വാട്ടർ ഞാൻ വേറെ ഇതിലേക്ക് മാറ്റിയായിരുന്നേ. ഇതിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. സ്പ്രേ ബോട്ടിലാണ് നല്ലത്, ബട്ട് ഇവിടെ ഇല്ല കേട്ടോ. കണ്ടില്ലേ, ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്ലാസിൻ്റെ അത്രയും വെള്ളം വേണം കേട്ടോ. അതായത് ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇത് എത്ര എടുക്കാം നമുക്ക്, 1 ഗ്ലാസ് വെള്ളം. അതിൻ്റെ നേരെ ഇരട്ടി തയ്യായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. കണ്ടിരുന്നു, നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇതിനേക്കാൾ ഇച്ചിരി വലിയ കുപ്പി വേണമായിരുന്നു, ഞാൻ വെച്ച് തേക്കുമെന്ന് വിചാരിച്ചെടുത്തതാണേ. നല്ലവണ്ണം മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രീം കളറ് കണ്ടില്ല, ഒരു ക്രീം കളറായിട്ടുണ്ട് കണ്ടോ. കവറുള്ളതുകൊണ്ട് മനസ്സിലാവില്ല അല്ലേ. ഇതാ ഒരു ക്രീം കളർ പോലെ ആയിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ല കേട്ടോ. ആ ചെറുനാരങ്ങയും ആ വെളിച്ചെണ്ണയും റോസ് വാട്ടറും ഗ്ലിസറിനും വെള്ളവും എല്ലാം കൂടി മിക്സ് ആകുമ്പം അടിപൊളിയാണ്. അപ്പോൾ ഒരു സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിലോ അടിപൊളിയായിരിക്കും. നമുക്കിങ്ങനെ സ്പ്രേ ചെയ്തിട്ട് അങ്ങ് തേച്ച് കൊടുത്താൽ മതി. ഞാനിതിൻ്റെ കവറൊക്കെ കളഞ്ഞിട്ടാ. അപ്പോൾ ഇതിൻ്റെ കളർ നോക്കിക്കേ, കണ്ടില്ലേ, നല്ല പാൽവെള്ളം പോലത്തെ കളറ് അല്ലേ. ഇനിയാണ് നമ്മളിത് തേക്കേണ്ടത് കേട്ടോ. എനിക്കിനി കുറച്ചും കൂടെ മിക്സ് ചെയ്യാനുണ്ട്. എനിക്ക് ഞാൻ ഇത്രയും എടുത്തപ്പം എനിക്ക് അങ്ങ് കുലുക്ക ഭയങ്കര പാടായിരുന്നേ. അതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചത് കേട്ടോ. ഇത്രയും വെള്ളം ഇതിനേക്കാളും ഇച്ചിരിയുണ്ട് വെള്ളം മാറ്റി വെച്ചായിരുന്നേ. ഇനി ഇത് ഉപയോഗിച്ചിട്ട് വേണം അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഷേക്ക് ചെയ്ത് വെക്കാൻ. അപ്പം നമുക്കിനി കയ്യിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കയ്യിലേക്ക് അങ്ങ് തേച്ച് കൊടുക്കാവേ. അപ്പോൾ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഉപ്പിലിങ്ങനെ എടുത്തിട്ട് ഇനി അതിലും കൂടി മറിച്ച് കളയണ്ടെന്ന് കരുതിയേ. കയ്യിലേക്ക് അങ്ങ് തേച്ച് കൊടുക്കണം. എനിക്ക് തേച്ച് കൊടുത്ത് കഴിയുമ്പോൾ വെറുതെ അങ്ങ് തേച്ച് കൊടുത്താൽ പോലെ നമ്മളിങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ. മസാജ് ചെയ്ത് നമ്മളെ സ്കിന്നിലോട്ട് അങ്ങ് വലിച്ചെടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ നല്ലവണ്ണം മസാജ് ചെയ്യണം. അപ്പം നമ്മൾ ഒരാഴ്ചയൊക്കെ നമ്മളിത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ഞാൻ അന്ന് തേച്ചായിരുന്നേ, എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത്. ഞാനത് കഴുത്തിലൊക്കെ തേക്കുമായിരുന്നു കേട്ടോ. കഴുത്തിലും കാലിലും കയ്യിലൊക്കെ തേക്കുമായിരുന്നു. നമുക്ക് വേറൊരു ലോഷൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ വിപണിയിൽ ഒരുപാട് ലോഷൻസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നല്ല നിറം വയ്ക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലേ. അപ്പോൾ അതിനേക്കാളും നല്ലത് ഈ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. നമുക്ക് കയ്യിൽ നിറം വയ്ക്കാനും പാട് മാറാനും ഡ്രൈനെസ്സൊക്കെ മാറാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങയൊക്കെ എടുക്കുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ കറുത്ത പാടൊക്കെ മാറും. പിന്നെ ഗ്ലിസറിൻ ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ കൈയൊക്കെ നല്ല സോഫ്റ്റ് ആവും. ഗ്ലിസറിൻ്റെ കൂടെ നമ്മൾ റോസ് വാട്ടർ ചേർക്കുന്നുണ്ട്, പിന്നെ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എല്ലാ സാധനങ്ങളും അടിപൊളി തന്നെയാണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക, വിരലിൻ്റെ ഈ സൈഡിലുള്ള കറുത്ത പാടൊക്കെ ഇല്ലേ, അതൊക്കെ പോകാനൊക്കെ നല്ലതാണേ. നോക്കിക്കേ, തേക്കുമ്പോൾ അനുസരിച്ച് എൻ്റെ കയ്യിൽ മാറ്റം നിങ്ങൾ നോക്കിക്കേ.
ഇങ്ങനെ ഇച്ചിരി അകന്നിരിക്കാം കേട്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അടുത്തിരിക്കുമ്പം ബ്രൈറ്റ്നെസ് കൊണ്ട് നിങ്ങൾ അങ്ങനെ വെളുത്ത പോലെ ഇരിക്കണം എന്ന് വിചാരിക്കും. പെട്ടെന്ന് അങ്ങ് നിറം വയ്ക്കുന്നൊന്നും പറയില്ല, പക്ഷെ നല്ലതായിട്ട് ഇത് നല്ല നിറം വയ്ക്കും. നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് നിറം വയ്ക്കുന്ന പറയില്ല, ഒരാഴ്ചയെങ്കിലും എന്തായാലും 2-3 ദിവസം എടുക്കും കേട്ടോ, 2-3 ദിവസം എടുക്കും. പിന്നെ ചില ആൾക്കാർക്ക് ഒരാഴ്ച താമസം ഉണ്ടാവും, ചില ആൾക്ക് 2 ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടും, ചിലർക്ക് ഒറ്റ ദിവസം കൊണ്ട്. ഇപ്പോൾ നാച്ചുറലായിട്ട് ചെറുനാരങ്ങയും എല്ലാം കൂടി ചേർക്കുന്നുണ്ടേ പെട്ടെന്ന് തന്നെ റിസൾട്ടൊക്കെ കിട്ടും കേട്ടോ. അത് ഓരോരുത്തരുടെ ഓരോ ശരീരത്തിൻ്റെ മാറ്റം ഉണ്ടാവുമല്ലോ. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ തേക്കുന്നത്. എന്താ അപ്പം നല്ലൊരു തിളക്കം തന്നെ ഉണ്ട് കൈക്കൊക്കെ, കണ്ടില്ലേ? തേക്കാത്ത കൈയും തേച്ച കൈ നോക്കിക്ക്, കണ്ടോ? അപ്പോൾ നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ, നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കാം. 2-3 ട്രിപ്പൊക്കെ തേച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല, ഒരു അലർജിയോ സൈഡ് എഫക്റ്റോ ഒന്നും തന്നെ വരില്ല. പിന്നെ ചിലർക്ക് നാരങ്ങയുടെ വല്ല അലർജി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നറിയത്തില്ല, നമ്മളൊന്ന് മുഖത്ത് തേക്കുന്നില്ല, നമ്മുടെ കയ്യിൽ മാത്രമേ തേക്കുന്നുള്ളൂ. അപ്പോൾ തേച്ച് നോക്കിയിട്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ മാത്രം നിങ്ങളത് കണ്ടിന്യൂസ് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ കൈമുട്ടിലെ കറുപ്പൊക്കെ പോകാനൊക്കെ നല്ലതാണ് കേട്ടോ. കൈമുട്ടിലൊക്കെ ചെറിയ രീതിയിൽ കറുപ്പൊക്കെ ഉള്ളതാണ്. ഞാനിത് കഴുത്തിലൊക്കെ തേക്കാൻ തീരുമാനിച്ചു, കയ്യിൽ മാത്രമല്ല നമ്മുടെ കഴുത്തിലും കറുത്തപ്പാടൊക്കെ ഉണ്ടല്ലോ, മുഖത്ത് തേക്കരുതേ. അപ്പം കഴുത്തിലും കറുത്തപ്പാടൊക്കെ കുറയാനൊക്കെ അടിപൊളിയാണെങ്കിലേ, മുഖം മാത്രം മിനുങ്ങിയാൽ പോരല്ലോ അല്ലേ, നമ്മുടെ കൈയും കാലൊക്കെ ഒന്ന് മിനുങ്ങണ്ടേ. അപ്പം ഞാനിത് തേക്കുന്നതനുസരിച്ച് ഇതുപോലെ ഒന്ന് മസാജ് പോലെ അങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ? അപ്പോൾ കൈ നോക്കിക്കേ, നല്ലൊരു തിളക്കം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല, ഇതങ്ങ് തേച്ചിട്ട് അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. അപ്പം തന്നെ അബ്സോർവ് ആയിക്കോളൂ കേട്ടോ. പ്രത്യേകിച്ച് ഇനി സോപ്പിട്ട് കഴുകാനോ ഒന്നും പോകുന്നും വേണ്ടേ, കണ്ടില്ലേ? അപ്പോൾ ഈ കൈ ഞാൻ തേച്ചിട്ടില്ല കേട്ടോ, കൈ ഞാൻ തേച്ചിട്ടേ ഇല്ലേ. ഈ കൈ ഇരിക്കുന്ന കണ്ടില്ലേ, ഡ്രൈ ആയിട്ടിട്ടുണ്ട്. ഞാൻ ഇന്നാണ് ഗ്ലിസറിൻ റോസ് വാട്ടറും തേച്ചില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് അത്യാവശ്യം ഡ്രൈനെസ് ആയിട്ടുണ്ട്. പിന്നെ ഗ്ലിസറിൻ റോസ് വാട്ടറും ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, അത് നല്ലതാണ്. നമുക്ക് തുല്യ അളവ് തന്നെ എടുത്താൽ മതി കേട്ടോ. നല്ല ഡ്രൈനെസ്, അതായത് വരഞ്ഞു മുറുകിയിരിക്കുന്ന കൈകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ കൂടെ തന്നെ ചൊറിച്ചിലുണ്ടാവും കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഗ്ലിസറിൻ റോസ് വാട്ടർ ഏറ്റവും നല്ലതേ. അപ്പം അങ്ങനെയുള്ളവർക്ക് ചിലർക്ക് അലർജി ചൊറിച്ചിലൊക്കെ ചിലപ്പം വരും ഈ ചെറുനാരങ്ങയൊക്കെ ചേർക്കുമ്പോഴേ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. കൈക്ക് നല്ല നിറം വയ്ക്കണം, നല്ല സൂപ്പർ ആവണം, നല്ല സോഫ്റ്റൊക്കെ ആകണം എന്ന് ആഗ്രഹമുള്ള കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. സൂപ്പർ തന്നെയാണ്, കണ്ടില്ലേ? എന്താ കൈയുടെ തിളക്കം കണ്ടോ? അപ്പോൾ നമ്മൾ സ്ഥിരം തേക്കുവാണെങ്കിൽ അടിപൊളി തന്നെയായിരിക്കും കേട്ടോ. ഇനി നമുക്ക് കഴുത്തിലും കൂടെ ഒന്ന് തേച്ചെടുക്കാവേ. അപ്പം ഞാനിതാ കഴുത്തിലും കൂടെ അങ്ങ് തേച്ച് കൊടുക്കാനേ. കഴുത്തിന് ഈ സൈഡിലുള്ള കറുത്ത പാടൊക്കെ പോകാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവുന്ന വിചാരിച്ചൊന്ന് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഒരു ഡ്രൈനെസ്സും ആവത്തില്ലേ. അപ്പം നിങ്ങൾ എന്തായാലും ഉപയോഗിച്ച് നോക്കണം കേട്ടോ. ചെറുനാരങ്ങയും ഗ്ലിസറിനും റോസ് വാട്ടറും എല്ലാം, വെളിച്ചെണ്ണയും വെള്ളവും എല്ലാം നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനം തന്നെയല്ലേ. അപ്പോൾ ഗ്ലിസറിൻ റോസ് വാട്ടർ ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാമല്ലോ. അപ്പം ഞാനിതാ കഴുത്തിലൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ. ചുമ്മാ അങ്ങ് തേച്ചാൽ പോരാ, കഴുത്തിൽ നമുക്ക് ചെറിയ രീതിയിലൊരു മസാജ് പോലെയൊക്കെ അങ്ങ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ രാത്രിയിലൊക്കെ നിങ്ങൾ തേച്ചിട്ട് അങ്ങ് കിടക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിൽ തേച്ചില്ലായിരുന്നോ, കയ്യിൽ തേച്ചതാ തന്നെ ഇതൊക്കെ അബ്സോർബൊക്കെ ആയിട്ടോ. കയ്യൊന്ന് കഴുകാനൊന്നും പോവണ്ട കേട്ടോ, കണ്ടില്ലേ തന്നെ അബ്സോർബായി. അപ്പോൾ പാടുകളൊക്കെ കുഞ്ഞു കുഞ്ഞു കറുത്ത പാടുകളൊക്കെ വേഗം തന്നെ പോയിക്കോളൂ കേട്ടോ. ഇപ്പം ഞാൻ കഴുത്തിലും കൂടെ തേച്ചിട്ടുണ്ട്, ഇനി കാലും കൂടെ തേക്കണം. കാലിനി വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു സംഭവം കേടാവത്തില്ല കേട്ടോ, നമുക്കിത് ഫ്രിഡ്ജിൽ തന്നെ വെക്കാവേ. നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് രാവിലെയും വൈകുന്നേരമൊക്കെ നമുക്കിത് തേച്ച് കൊടുക്കാം കേട്ടോ. ഒറ്റ തവണയല്ല 2-3 തവണയൊക്കെ നമ്മളിങ്ങനെ കൈ തേച്ച് കൊടുത്ത് ഇങ്ങനെ മസാജ് പോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. കയ്യിലും കാലിലും ഒരു ബോഡി മൊത്തം കേട്ടോ. അത്രയ്ക്കും നല്ല അടിപൊളി ഒരു
സാധനം തന്നെയാണിത്. മുമ്പ് പറഞ്ഞായിരുന്നു കണ്ണിലെ കറുപ്പ് പോകാനായിട്ട് നമ്മൾ നാച്ചുറലായിട്ട് സാധനം തേക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അതിൽ ഞാൻ അലോവേറ ജെല്ല് പറഞ്ഞായിരുന്നു, കുക്കുമ്പർ പറഞ്ഞായിരുന്നു, ഉരുളക്കിഴങ്ങ് പറഞ്ഞായിരുന്നു, പിന്നെ തിളപ്പിക്കാത്ത പാലിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ഇതൊക്കെ നമ്മുടെ കണ്ണിലെ കറുപ്പ് പോകാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് ഐസ് ക്യൂബും അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു സാധനം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാവേ. ഇതാണ് കേട്ടോ, നോക്കിയേ, അലോവേറ ജെല്ലും കുക്കുംബർ ജെല്ലും കൂടെ ചേർന്ന ഒരു സംഭവമാണിത്. അപ്പം ഞാൻ എൻ്റെ അലോവേറ ജെല്ല് തീർന്നപ്പം ചേട്ടൻ എനിക്ക് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ അലോവേറ ജെല്ല് മേടിക്കല്ലേ പറഞ്ഞു. ചേട്ടൻ എന്തിനാ കുക്കുംബർ ജെല്ലും കൂടി മിക്സ് ചെയ്ത് മേടിച്ചെന്നൊക്കെ പറഞ്ഞു. ഞാൻ ചേട്ടനെ പേടിപ്പിക്കൊക്കെ ചെയ്തായിരുന്നേ. പിന്നെ ഈ സാധനം തേച്ചപ്പോഴുണ്ടല്ലോ എൻ്റെ കണ്ണിലൊക്കെ നല്ല അടിപൊളി, കണ്ണിൻ്റെ കറുപ്പ് പോകാനൊക്കെ എനിക്ക് സൂപ്പറായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഇപ്പം അലോവേറ ജെല്ലൊന്നും നമുക്ക് വീടുകളിൽ നിന്ന് കിട്ടണമെന്നില്ല. അതുപോലെ കുക്കുംബർ ജെല്ല് മിക്സ് ചെയ്ത് ഇങ്ങനെ അരച്ചെടുത്ത് നീരെടുത്ത് തേക്കുന്നതും എല്ലാവർക്കും മടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു സാധനം അടിപൊളിയാണ് കേട്ടോ. അതായത് നമുക്ക് ഇതാ ഈ കയ്യിൽ നിന്ന് ഇച്ചിരി അങ്ങ് എടുത്തിട്ട് നമ്മൾ കിടക്കാൻ നേരത്തെ കണ്ണിൻ്റെ ഈ സൈഡിലൊക്കെ അങ്ങ് തേച്ച് കൊടുക്കുവാണെങ്കിൽ കണ്ണിൻ്റെ കറുപ്പൊക്കെ കുറയാനൊക്കെ നല്ലതാണ്. ചുമ്മാ അങ്ങ് തേച്ച് കൊടുത്താൽ പോരാ കേട്ടോ, ചെറിയ രീതിയിലൊരു മസാജ് പോലെ അങ്ങ് തേച്ച് കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ നല്ല തണുപ്പാണ് കേട്ടോ. അതും ഈ കമ്പനി ബഞ്ചാറസ് കമ്പനിയിലെ ഇതാണ് എനിക്കിഷ്ടം. എൻ്റെ റോസ് വാട്ടറും ഈ കമ്പനി തന്നെയാണ്. ഞങ്ങളധികം ഈ കമ്പനിയുടെ ആട്ടോ മേടിക്കാറ്. അതുപോലെ മുൾട്ടാണി മിട്ടിയൊക്കെ ഇല്ലേ, അതെല്ലാം ബഞ്ചാറസ് കമ്പനിയുടെ ആട്ടോ ഞാൻ മേടിക്കാറ്. എനിക്ക് ഈ കമ്പനിയുടെ ആട്ടോ എനിക്കിഷ്ടം. അപ്പോൾ അത് കണ്ണിൻ്റെ കറുപ്പൊക്കെ കുറയാനൊക്കെ നല്ലതാണ്. നിങ്ങൾക്ക് എളുപ്പത്തിനുള്ളത് പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ആ കറുപ്പ് പോകാൻ വേണ്ടി മാത്രമല്ല, മുഖത്തിൽ കുഞ്ഞു കുഞ്ഞു പാടുകൾ, മുഖം ഇങ്ങനെ ഡ്രൈനെസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിനൊക്കെ നല്ലതാണ്. നല്ലൊരു സാധനം തന്നെയാട്ടോ ഇത്. രണ്ടും കുക്കുംബറും അലോവേറ ജെല്ലും കൂടി മിക്സ് ചെയ്തതാണ്. സൂപ്പർ സാധനമായിട്ട് ഞാനിത് തേച്ചിട്ടാട്ടോ രാത്രി കിടക്കാറ്. എനിക്ക് അടിപൊളിയായിട്ട് തോന്നായിരുന്നു കേട്ടോ. അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തത്. ഞാൻ ഇത് മുഖത്തൊക്കെ തേക്കുക, കണ്ണിന് മാത്രമല്ല കേട്ടോ, കണ്ണിൻ്റെ അകത്തല്ല, കണ്ണിൻ്റെ പുറത്ത്. അപ്പോൾ അവിടെ കണ്ണിൻ്റെ ആ സൈഡ് മാത്രമല്ല കേട്ടോ, ഞാനിത് കവിളത്തും നെറ്റിയിലും കഴുത്തിലൊക്കെ തേച്ചിട്ടാട്ടോ കിടക്കാറ്. ഇത് നല്ലതായിട്ട് തോന്നി. രാവിലെയൊക്കെ മുഖം കഴുകി കഴിയുമ്പോൾ നല്ല അടിപൊളിയാവും കേട്ടോ. സ്കിന്നൊക്കെ നല്ല സൂപ്പറായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ എന്താ പറയുക, ഇത് നീരൊക്കെ വെച്ച് അങ്ങ് തേക്കാൻ മടിയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ല, മടിച്ചിമാരൊക്കെ ഉണ്ടാവില്ല നമ്മുടെ കൂട്ടത്തിൽ, അവരൊക്കെ ഇതൊന്ന് മേടിച്ചോളൂ കേട്ടോ. ഇതിന് വലിയ പൈസയൊന്നുമില്ലേ, 110 രൂപയേ ഉള്ളൂ കേട്ടോ. എന്നാലും നമുക്ക് പെട്ടെന്നൊന്നും തീരുന്നില്ല, നമുക്കത് കുറച്ചെടുത്താൽ പോരെ. കുറച്ചെടുത്തിട്ട് കണ്ടോ, ഞാൻ ഉപയോഗിച്ചിട്ട് ഇവിടം വരെയൊക്കെ എത്തിട്ടോ, കുറച്ചെടുത്താൽ മതി. നല്ല മണം കേട്ടോ, കുറച്ച് മതി. അപ്പോൾ നമുക്ക് തേച്ചിട്ട് അങ്ങ് കിടക്കുവാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ തേച്ച് കഴിഞ്ഞാൽ തേച്ചപ്പോൾ തന്നെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ നല്ല തണുപ്പ്, നല്ലൊരു കൂളാട്ടോ. പിന്നെ കവിളൊക്കെ നല്ല അടിപൊളിയാണ്. നല്ലൊരു സൂപ്പർ ഒരു അലോവേറ ജെല്ല് കുക്കുംബർ ജെല്ല് മിക്സ് ചെയ്താണ് കേട്ടോ. സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനി നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ. ഞാൻ മേടിക്കുന്ന കമ്പനി ബഞ്ചാറസിനെന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഈ ഒരു കമ്പനിയുടെ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും വേറെ കമ്പനീസുകാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ ഞാൻ അധികം മേടിക്കാറ് ഈ ഒരു കമ്പനിയുടെ ആണ്. അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്ത കേട്ടോ. അപ്പോൾ ഇതാ കഴുത്ത് തേച്ചതാ അബ്സോർവ് ആയില്ല. കൈയുടെ ഒക്കെ അബ്സോർവ് ആയി കേട്ടോ, കണ്ട കൈയുടെ ഒക്കെ അബ്സോർവ് ആയിട്ടുണ്ട്. അതിന് പെട്ടെന്നൊന്നും മാറ്റൊന്നും പറ്റില്ല കേട്ടോ. എന്നാലും നല്ലൊരു കൈയൊക്കെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട്. കൈ തൊടുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയായി സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ കൈ ഇരിക്കണ നോക്കിക്കേ, റഫായിട്ട്. ഇതൊക്കെ നല്ല സോഫ്റ്റ്, നല്ലൊരു തിളക്കമുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് തേക്കുവാണെങ്കിൽ സൂപ്പറാവും. അപ്പോൾ ഇന്നത്തെ ടിപ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.